നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നാളെയാണ് MI വേഴ്സസ് RCB പോരാട്ടം റായ്പൂരിൽ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യ കളിക്കില്ല, അതുപോലെ സൂര്യകുമാർ യാദവ് കളിക്കില്ല, അപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ ആര് നയിക്കും, രോഹിത് നയിക്കില്ലേ, കുറേ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്തത് കൊണ്ടല്ല പ്രതികരിക്കാതിരുന്നത്, കൃത്യമായ സോഴ്സിൽ നിന്ന് വിവരം വന്നിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആദ്യം മുംബൈ ഇന്ത്യൻസ് റായ്പൂരിലേക്ക് പോകുമ്പോൾ അതിൽ പാണ്ഡ്യ ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞിട്ട് വലിയ പ്രചരണമായിരുന്നു. പക്ഷേ പാണ്ഡ്യ മാത്രമല്ല, പല വിദേശ താരങ്ങളടക്കം ചിലരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ആദ്യം റായ്പൂരിലേക്ക് ടീം പോയതിന് ശേഷം 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കളി. അപ്പോൾ പിന്നെ എന്തിനാണ് വളരെ നേരത്തെ ഇങ്ങനെ ഓരോന്നും പ്രചരിപ്പിച്ച് വിടുന്നത്? അതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത കൊടുക്കാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് സ്ഥിതി? സൂര്യ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. സൂര്യ ക്യാപ്റ്റനാവോ ഇല്ലയോ എന്നുള്ളത് ഹാർദിക്കിൻ്റെ ഇന്നത്തെ ഫിറ്റ്നസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കുള്ളൂ. ഹാർദിക് കളിക്കുമല്ലോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് സൂര്യ ആയിരിക്കുമോ ക്യാപ്റ്റൻ എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. ഏതായാലും ഹിറ്റ്മാൻ ക്യാപ്റ്റനാവുമെന്ന് ഇപ്പോൾ കരുതാൻ പറ്റില്ല. അത്തരത്തിലല്ല ടീം ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. നമ്മൾ വിജയ് ടാഗോറിൻ്റെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. വിജയ് ടാഗോർ എന്ന് പറഞ്ഞാൽ ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ടറാണ്. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് സൂര്യകുമാർ യാദവ് ഈസ് അവൈലബിൾ ഫോർ RCB ഗെയിം ടുമാറോ. നാളത്തെ കളിക്ക് സൂര്യ അവൈലബിൾ ആണ്. സോ അദ്ദേഹത്തിന് കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി കൺഫേം ചെയ്തിരിക്കുന്നു. സോ റായ്പൂരിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അത് അദ്ദേഹം MI നയിക്കുമോ ഇല്ലയോ, വെദർ ഹി വിൽ ലീഡ് MI വിൽ ഡിപ്പെൻഡ് ഓൺ മെഡിക്കൽ ടീംസ് അസസ്മെൻറ്റ് ഓഫ് ഹാർദിക് പാണ്ഡ്യ എന്നാണ് ഇപ്പോൾ വിജയ് ടാഗോറിൻ്റെ റിപ്പോർട്ട്. കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്ക് ക്രിക്ക് ബസ്സിലേക്ക് തന്നെ പോയാൽ അതിൽ പറയുന്നത് സൂര്യകുമാർ യാദവ് അവൈലബിൾ ഫോർ RCB ഗെയിം. ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു റീച്ച് റായ്പൂർ ഷോർട്ട്ലി ഫോളോവിങ് ദി ബർത്ത് ഓഫ് ഹിസ് ഫസ്റ്റ് ചൈൽഡ് എന്നാണ് അവരുടെ റിപ്പോർട്ട്. കുറച്ച് മുമ്പ് അവർ പ്രസിദ്ധീകരിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ. എന്തായാലും അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും, നാളെ കളിക്കും. അപ്പോൾ പിന്നെ ഹിറ്റ്മാൻ ക്യാപ്റ്റനാവുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായല്ലോ, ആവില്ല. സൂര്യ തന്നെ അവിടെ ഉണ്ട്. പക്ഷേ സൂര്യ ക്യാപ്റ്റനാവുമോ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക ഹാർദിക്കിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റിന് ശേഷമായിരിക്കും. ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹാർദിക് പാണ്ഡ്യ ടു അണ്ടർഗോ അനദർ ഫിറ്റ്നസ് അസസ്മെൻറ്റ് ടുഡേ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് അസസ്മെൻറ്റ് നടത്തും. അപ്പം അദ്ദേഹം ടീമിനോടൊപ്പം ഇന്ന് ട്രെയിൻ ചെയ്യും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവൈലബിലിറ്റി, RCBക്കെതിരെയുള്ള അവൈലബിലിറ്റി ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അവൈലബിൾ ആണെങ്കിൽ ഹി വിൽ ലീഡ് ദി ടീം ഓർ എൽസ് ആരായിരിക്കും, സൂര്യ നയിക്കും. അല്ലാതെ ഹിറ്റ്മാൻ ഇപ്പോൾ സാധ്യത ഒന്നുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.